നമസ്തേ. നമ്മളിന്ന് വെള്ളിയാങ്കരി ഹിൽസിലാണ്. ആദിയോഗി ഇഷ ഫൗണ്ടേഷൻ്റെ അടുത്ത് ദക്ഷിണ കൈലാസം. നമുക്ക് എല്ലാവർക്കും വാരണാസിയിൽ അല്ലെങ്കിൽ വലിയ കൈലാസിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. കേരളത്തിനടുത്ത് കോയമ്പത്തൂർ ദക്ഷിണ കൈലാസം, ശിവൻ ആദിയോഗിയായിട്ടുള്ള ശിവൻ തപസ് ചെയ്ത സ്ഥലം. അവിടെയാണ് നമ്മളിന്ന്. വെളുപ്പിനിപ്പോൾ ഏകദേശം സമയം 5 മണിയൊക്കെ ആയിട്ടുണ്ട്. നമ്മൾ ഏകദേശം ഒരു 6 മണിക്കൂർ 7 മണിക്കൂർ സമയം എടുക്കുന്ന വിചാരിക്കണേ. അപ്പോൾ പിന്നെ അടുത്ത് തന്നെ ക്ഷേത്രമുണ്ട്, പൂണ്ടി ഹിൽസ്. ആണ്ടവർ പെരുമാളാണ് ക്ഷേത്രം. അവിടെ ശിവനുണ്ട്, പ്രതിഷ്ഠയുണ്ട്, ദേവി പ്രതിഷ്ഠ, ഗണപതിയുണ്ട്. അതുപോലെ തന്നെ ഇതിന് അകത്ത് നമുക്ക് കയറാൻ പറ്റില്ല. കഴിഞ്ഞ തവണ വന്നപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ സിദ്ധന്മാരുടെ എല്ലാവരുടെയും പ്രതിഷ്ഠകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ എല്ലാം കൊണ്ട് സിദ്ധഭൂമി കൂടിയാണ് ശരിക്കും. 7 മലകൾ നമ്മൾ താണ്ടണം. 7 മലകൾ, സപ്തഗിരികൾ എന്ന് പറയാം. സപ്ത ഋഷികളാവാം, പല രീതിയിൽ ഇതിനെ വ്യാഖ്യാനിക്കാം. എല്ലാം നമുക്ക് പോണ വഴിക്ക് എല്ലാ സംസാരങ്ങളും ഇതിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും നമുക്ക് സംസാരിച്ച് പോവാം. സോ നമുക്ക് പോവാം. ക്ഷേത്രത്തിന് അടുത്തേക്കുള്ളൊരു വഴിയുണ്ട്. ആ വഴിക്കിടെ നമ്മൾ മലയുടെ മുകളിലേക്കുള്ള യാത്ര തുടങ്ങണ്ടേ. ഏകദേശം ഈ വഴിക്കിടെ ഇങ്ങനെ സഞ്ചരിച്ച് അതിനോട് ചേർന്നൊരു വഴികളൊക്കെ ഉണ്ട്. നമുക്ക് അവിടേക്ക് പോവാം. അത്യാവശ്യം നല്ല തിരക്കുകളുണ്ടെന്ന്. ഇന്ന് പൊതുവെ സാധാരണഗതിയിലുള്ള തിരക്കുകളല്ല. ഓരോ വർഷം കൂടുന്തോറും ഇവിടേക്ക് പോകുന്ന ആളുകളുടെ എണ്ണം കൂടി വരിക മാത്രമേ ഉള്ളൂ. കാരണം അത്രയും സവിശേഷതയുണ്ട് ഈ മലയ്ക്ക്. ഈ കാണുന്ന നടപ്പാതകൾ കൂടി കേട്ടിട്ട് വേണം ചെല്ലാനായിട്ട്. അവിടെ കുറേ ചെക്കിങ്സൊക്കെ ഉണ്ട്. ഏകദേശം കുറേ കാര്യങ്ങൾ നമുക്ക് ഫോർമാലിറ്റീസൊക്കെ കവർ ചെയ്യാനുണ്ട്. പ്ലാസ്റ്റിക് കവറുകളൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. കുറേ കാര്യങ്ങളൊക്കെ നോക്കാം. ഓക്കെ, അതിന് ശേഷം നമുക്ക് വീണ്ടും നോക്കാം. ഹലോ, ഇവിടെ എല്ലാ കാര്യങ്ങളും ചെക്കിങ്ങോടുകൂടി പോകാൻ പറ്റുള്ളൂ. നമുക്ക് പ്ലാസ്റ്റിക് കവറുകളൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. ഇതെല്ലാം ചെക്ക് ക്ലിയർ ചെയ്ത് ശേഷം നമുക്ക് ഇവിടുന്ന് നേരെ മുന്നോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ. രാവിലെ ഏകദേശം വെളുപ്പ് വെട്ടൊക്കെ വന്നു തുടങ്ങിയിരിക്കുന്നു. 1ാമത്തെ മലയാണ് ശരിക്കും. 1ാമത്തെ മല ശരിക്കും സ്റ്റെപ്പുകൾ തന്നെയാണ്. അപ്പോൾ 7 മലകളും നല്ല വ്യത്യസ്തമായ രീതിയിലാണ്. 1ാമത്തെ മല സ്റ്റെപ്പുകൾ മാത്രം കയറി കുത്തിനുള്ള കയറ്റാണ്. ഏകദേശം നല്ല ഇടുങ്ങിയ വഴികളാണ്. സാധാരണ നമ്മളൊക്കെ പോണ പോലെ നമ്മൾ കാണുന്ന വഴി പോലെയൊന്നുമല്ല. വേറെ ലൈറ്റുകളൊന്നുമില്ല. ഇപ്പോൾ രാത്രിയൊക്കെ പോവുകയാണെങ്കിൽ ശരിക്കും ടോർച്ച് തന്നെ വേണം. അപ്പോൾ പോകുമ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൽ വടി അവരുണ്ടെങ്കിൽ കുത്തി ഇറങ്ങാൻ വളരെ എളുപ്പമാണ്. പക്ഷേ അത് പൈസ കൊടുത്ത് മേടിക്കേണ്ട ആവശ്യമില്ല. അത് കയറുമ്പോൾ തന്നെ വലതുവശത്ത് കുറേ ആളുകൾ പോയി കഴിഞ്ഞ് വന്നു കഴിയുമ്പോൾ ഈ വടി ഉപയോഗിച്ചിട്ട് പോകും. നമുക്ക് അത് എടുത്തിട്ട് പോകാം. അല്ലെങ്കിൽ 30 രൂപ എടുത്ത് നമ്മൾ വടി മേടിക്കേണ്ടി വരും. നിലവിലെ ഏറ്റവും രാവിലത്തെ ഈ കാണുന്ന കാഴ്ചകളാണ്. രസകരമായിട്ടുള്ള യാത്രയുണ്ട്. ഈ ചേട്ടനൊക്കെ ഉണ്ടോ? ഈ ചേട്ടൻ അവിടെ കുറേ കടകളുണ്ട്. അവിടെ പൈസയൊക്കെ കൂടുതലായിരിക്കും സാധനങ്ങൾക്ക്. പക്ഷേ ഇവിടെ നിന്ന് ഈ സാധനങ്ങളൊക്കെ താഴെ ചുവന്ന അരിയിട്ടുണ്ട് കൊണ്ടുപോവുക. എത്രയും കഷ്ടപ്പെട്ട് എത്ര മല കയറുമെന്ന് അറിയാമോ? അവിടെ പോയി അതിനുള്ള പൈസയും മേടിക്കും. നമുക്കൊരു 10 രൂപയുടെ കാപ്പി അല്ലെങ്കിൽ മേടിക്കണമെങ്കിൽ അവിടെ ചിലപ്പോൾ 40 രൂപ 50 രൂപയൊക്കെ ആയിരിക്കും. അവരുടെ അധ്വാനത്തിൻ്റെ പൈസയാണ് കേട്ടോ. നമുക്കിവിടെ ഒറ്റയ്ക്ക് കയറാൻ വളരെ ബുദ്ധിമുട്ടാണ്. എൻ്റെ ശ്വാസഗതി നിങ്ങൾക്ക് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവർ സമ്മതിക്കണം കേട്ടോ. അവിടെ കുറേ കുടുംബങ്ങൾ പോലും അവിടെ താമസിക്കുന്നുണ്ട്. ടെൻറ്റ് കെട്ടിയിട്ട് അവിടെ ഉപജീവന മാർഗ്ഗമായിട്ട്. ആദ്യത്തെ മല വീണ്ടും നമ്മൾ കയറി തുടങ്ങുകയാണ്. ഏകദേശം കുറച്ചുകൂടി ഉണ്ട് കയറാനായിട്ട്. എല്ലാം സ്റ്റെപ്പുകൾ തന്നെയാണ്. ഏകദേശം സൂര്യൻ ഉദിച്ച് തുടങ്ങിയിരിക്കണം. എപ്പോഴും ആളുകൾ നിറച്ച ആൾക്കാരുണ്ട്. വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളാണല്ലേ. ഇത്തിരി ഭംഗിയാണ്. നോക്കൂ, ഓരോരോ യാത്രകൾ ഓരോ അനുഭവങ്ങളാണ്. ഈ കാണുന്ന കാഴ്ചകളൊന്നും ജീവിതത്തിൽ നമുക്ക് വേറെ എങ്ങും കാണാൻ പറ്റില്ല. അതിവിടെ തന്നെ പറ്റും. നമ്മൾ ഏകദേശം ആദ്യത്തെ മലയെത്തിയിരിക്കുന്നു. ഏകദേശം ഒരു 3/4 മണിക്കൂർ 3/4 മണിക്കൂറിൻ്റെ എത്തി. അവിടെ ചെല്ലുമ്പോൾ അത്യാവശ്യം കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ കിട്ടും. കാരണം താഴെ നമുക്ക് പ്ലാസ്റ്റിക്കൊന്നും അലൗഡല്ല. ഇവിടെ ഒരു അമ്പലമുണ്ട് പെരുമാളിൻ്റെ. അല്ല, ഗണപതിയാണ്. കാരണം ഏറ്റവും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഏറ്റവും താഴെ മൂലത്തിന് അടിസ്ഥാനമായിട്ടത് ഗണപതിയാണ്. ഗണപതി ഇല്ലാതെ ഒന്നുമില്ല. അതാണ് ഏറ്റവും ആദ്യത്തെ മല സൂചിപ്പിക്കണം. അതിൻ്റെ പ്രതീകാത്മകമായിട്ടായിരിക്കണം ഇവിടെയും ഗണപതിയുടെ വിഗ്രഹം. എങ്ങനെയായാലും വീണ്ടും മുന്നോട്ടേക്ക് പോകാം. കുറച്ച് വിശ്രമിക്കേണ്ട ആവശ്യമുണ്ട്.
നമ്മൾ രണ്ടാമത്തെ മലയിലാണ്. ഈ കണ്ടോ, ഈ പാറകൾ ഇങ്ങനെ വെട്ടി സ്റ്റെപ്പുകളാക്കിയിട്ട് ആണ് അതിൻ്റെ വഴികൾ. കയറാനും ബുദ്ധിമുട്ടാണ്. ഫസ്റ്റ് മലയിൽ നമ്മൾ സ്റ്റെപ്പുകൾ മാത്രമേ ഉള്ളെങ്കിൽ ഈ സ്റ്റെപ്പുകൾ നോക്കൂ, സ്കിഡാവാൻ വളരെ സാധ്യത കൂടുതലാണ്. നമ്മളിപ്പോൾ രണ്ടാമത്തെ മല കയറിക്കൊണ്ടിരിക്കുകയാണ്. പൊതുവെ ഏറ്റവും നമുക്ക് മനസ്സിലാക്കാവുന്നത് ഇവിടെ സ്ത്രീകൾ അലൗഡല്ല. കാരണം ശബരിമല പോലത്തെ ഉള്ള സങ്കല്പമല്ല ഇവിടെ. ഇവിടുത്തെ സങ്കല്പം വ്യത്യാസമുണ്ട്. കാരണം ഇത്രയും മലകൾ കയറേണ്ടതുള്ളതുകൊണ്ടും പൊതുവെ നല്ല മലകളാണ്, നിസ്സാര നമ്മൾ കാണുന്ന പോലെയല്ല. പൊതുവെ സ്ത്രീകൾ കയറുമ്പോൾ ഋതുമതികളായ സ്ത്രീകൾ അല്ലെങ്കിൽ ആ 12 വയസ്സ് കാലഘട്ടത്തിലുള്ള കുട്ടികൾ കയറുമ്പോൾ അവർക്ക് ഗർഭപാത്ര സംബന്ധമായ പ്രശ്നങ്ങൾ വരാം. അതാണ് മെയിനായിട്ട് പ്രശ്നങ്ങൾ ഇവിടെ കയറാൻ പാടില്ലാത്തുള്ളത്. അതുകൊണ്ട് പൊതുവേ ഇവിടെ അങ്ങനെയുള്ള ശബരിമല പോലെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. അവർ കയറണ്ടെന്ന് പറഞ്ഞാൽ അവർ കയറില്ല, അത്രയുള്ള. അങ്ങനെ ആളെ പിടിച്ച് കയറ്റാനൊന്നും ആരും അങ്ങനെ ചെയ്യില്ല. ഈ വ്യൂ പോയിൻ്റാണ്, നോക്കൂ, രണ്ടാമത്തെ മലയിൽ നിന്നുള്ള വ്യൂ പോയിൻ്റ്. അത് എത്ര ഭംഗിയാണ് നോക്കി. രണ്ടാമത്തെ മലയിൽ നിന്ന് ഏറ്റവും ഏകദേശം ഒരു മുകളിലേക്ക് സഞ്ചരിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഈ കാണുന്നതാണ് ഒരു പാറയുടെ മുകളിലുണ്ടോ. ഈ ആളുകൾ കൂടി നിൽക്കുന്ന സ്ഥലമാണ് പാമ്പാടി സിദ്ധരുടെ ജീവൻ സമാധി സ്ഥലമാണ്. 18 സിദ്ധഗുരുക്കന്മാരുടെ ഏറ്റവും പ്രധാനപ്പെട്ടതിൽ പാമ്പാടി സിദ്ധരുടെ ജീവൻ സമാധി. ജീവൻ സമാധി എന്ന് വെച്ചാൽ ഇദ്ദേഹം സമാധിയാവുന്ന പല അവസ്ഥയുണ്ട്, ഈശ്വരാവസ്ഥ പ്രാപിച്ച പല സമയങ്ങളുണ്ട്, പല സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അവരുടെ ആ ഒരു എനർജി ഫീൽഡ് അവിടെ നിലനിൽക്കും. അതുകൊണ്ടാണ് ജീവൻ സമാധി എന്ന് പറയുന്നത്. രണ്ടാമത്തെ മലയിൽ നമുക്ക് ഉപ്പ് സോഡ കിട്ടും. അച്ഛൻ ദാഹിച്ചുകൊണ്ട് ഉപ്പ് സോഡ കഴിക്കാൻ കരുതാം. അപ്പോൾ ഒരു ഉപ്പ് സോഡയ്ക്ക് എത്ര വില എന്നറിയാമോ? 50 രൂപയാണ് ഇവിടുത്തെ വില. ആ കാണുന്ന ചെറിയൊരു ഗ്ലാസ്സിൽ നമുക്ക് കിട്ടാം. അപ്പം നമ്മുടെ നാട്ടിലേക്ക് കിട്ടുമ്പോൾ നമുക്ക് പുച്ഛം. ഇവിടുന്ന് കിട്ടുന്നതൊക്കെ നമുക്ക് പ്രഷ്യസ് ആണ്. കാരണം അവസ്ഥ ഇതാണ്, പലവരുടെ വെള്ളം ഉണ്ടാവില്ല, ഡീഹൈഡ്രേഷനാണ്. എന്നാലും നമുക്ക് മുകളിലെത്തിയേ പറ്റുള്ളൂ. അത്യാവശ്യം അവർ അധ്വാനിക്കുന്നതിൻ്റെ പൈസ വേണം. കാരണം ഇത്രയും കാര്യങ്ങൾ മുകളിലേക്ക് എത്തിക്കൊണ്ടാന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. സോ എന്തായാലും ഉപ്പ് സോഡ കുടിക്കാം. മൂന്നാമത്തെ മല എത്ര ആളുകളാന്ന് നോക്കി. ഓൾമോസ്റ്റ് ഇവിടെ ആളുകൾ മലയാളീസ് വരെ കുറവാണ്, എല്ലാം തമിഴന്മാരാണ്. അവർക്കത് പറ്റുള്ളൂ. നമ്മളെല്ലാവരും വരേണ്ട സ്ഥലമാണ് കേട്ടോ. സ്പിരിച്വലായിട്ട് താല്പര്യമുള്ളവർ, കുറച്ചും കൂടി അനുഭവങ്ങളൊക്കെ വരണം, കുറച്ച് കഷ്ടപ്പാട് ദുരിതമൊക്കെ അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ ഈ വെള്ളിയാങ്കരി മലയിലേക്ക് വരാം. നമുക്ക് തീർച്ചയായിട്ടും അതിൻ്റെ അനുഭവം ഉണ്ടാവും, റിസൾട്ടും ഉണ്ട്. ഇത് കണ്ടോ, ഹലോ, പുറമേ നിന്നൊക്കെ പോകണ്ട. ഒന്ന് ചരിഞ്ഞു തരാം കാരണേ. ബാക്കിൽ തിരിഞ്ഞേ, ബാക്കിൽ നിന്ന് പോകണുണ്ടോ? പുകയല്ല, വേർത്തിട്ട് പോകണാണ്. ഇപ്പം എല്ലാവരും ഉണ്ട്. വിവേകാഞ്ച് എടാ, നമ്മളിപ്പോൾ ഏകദേശം രണ്ടാമത്തെ മല കയറി കഴിഞ്ഞു. ഇത് ഇങ്ങനെ കയറി മൂന്നാമത്തെ. PSK അത് കാണിച്ച് നോട്ടെ, ഒന്ന് ഊതിയടാ വേണ്ട. എന്തായാലും ഇനിയിപ്പോൾ മുകളിലേക്ക് കയറുന്നതൊക്കെ ഭയങ്കര കുത്തനുള്ള കയറ്റാണ്. എന്തായാലും നമുക്ക് നോക്കാം. ഇത് മൂന്നാമത്തെ മലയിൽ ഏകദേശം കുറച്ച് ഒരു 5 മിനിറ്റ് കിടക്കുമ്പോൾ തന്നെ നമുക്ക് വെള്ളം കിട്ടാൻ സാധ്യതയുണ്ട്. ചില സമയങ്ങളിൽ നമുക്ക് വെള്ളം കൊണ്ടുവരാൻ പറ്റിയതല്ല, അല്ലെങ്കിൽ വെള്ളം തീർന്നോണ സമയത്തൊക്കെ നമുക്ക് വെള്ളം കിട്ടും. ശരിക്കും നല്ല അരുവിയാണ്. കുറേ ഔഷധ സസ്യങ്ങളുടെയൊക്കെ കൂട്ടായ്മ അല്ലെങ്കിൽ കൂട്ടി എന്നൊക്കെ വരില്ലേ, അവിടെ നിന്ന് ഇങ്ങനെ വെള്ളം അരുവി. നമ്മൾ അവിടേക്കേ പോണേ, കുറച്ചേ ഉള്ളൂ. പക്ഷേ നല്ല മഴ സീസണൊക്കെ സമയത്ത് ശരിക്കും വേണ്ട വെള്ളം വരുന്നതാണ്. ഞാൻ വെള്ളം എടുക്കാം. അതുതന്നെ ഓരോരു പ്രതിഷ്ഠ കൂടി ഉണ്ട്. എന്തായാലും കുറച്ച് വെള്ളം എടുക്കാം. കണ്ടോ, മൂന്നാമത്തെ മലയിലെ നല്ല വ്യൂ പോയിൻ്റാണ്. കോടങ്ങനെ വന്നിരിക്കണേ. ഞാൻ പറഞ്ഞ പോലെ ഓരോ മലകളും ഓരോ അനുഭവങ്ങളാണ്, വ്യത്യസ്തമായിട്ട് അനുഭവങ്ങൾ. എന്തായാലും ഇത്തവണ ഇവിടെ വരാൻ പറ്റിയ വലിയ ഭാഗ്യം. കാലാവസ്ഥ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. നേരത്തെ നല്ല വെയിലായിരുന്നു, ഇപ്പോൾ ഒരു കുഴപ്പമില്ല. ഈ മുകളിൽ ചെല്ലുമ്പോൾ എന്താണെന്ന് അവസ്ഥ അറിയില്ല. എന്തായാലും മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. അപ്പോൾ എന്തായാലും നമ്മളും നമ്മുടെ പിള്ളേരും കുറച്ച് നേരം ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യണം. കാരണം നമുക്ക് കാണുമ്പോൾ തന്നെ ഫീൽ ചെയ്യാമല്ലോ. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ സ്ഥലത്തൊന്ന് ഇരുന്ന് മനസ്സിനങ്ങനെ വിട്ടുകൊടുത്താൽ മതി.
വേറെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. എന്നാലും കുറച്ചൊരു മെഡിറ്റേറ്റ് ചെയ്യാം. നമ്മൾ ഇപ്പോൾ 3ാമത്തെ മല കഴിഞ്ഞ് 4ാമത്തെ മല കയറാൻ നിൽക്കുക. ആൾക്കാരോട് റെസ്റ്റ് ചെയ്യുന്നുണ്ട്. എത്ര ആളുകളുണ്ട്. ഇവിടുന്ന് ഇങ്ങനെ മുകളിലേക്ക് കയറണം. ഇങ്ങടെ ആ കാണുന്ന മലയാണ് 4ാമത്തെ മല. വലിയ മലയല്ല, ചെറിയ മലയാണ്. എന്തായാലും വലിയ ബുദ്ധിമുട്ടില്ലാതെ കയറാൻ പറ്റി, മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റി. ഈശ്വരാധീനം കൊണ്ട് എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കണം. ഈ 4ാമത്തെ മലയിലേക്ക് ഇപ്പോൾ ഇതിപ്പോൾ 4ാമത്തെ മല കഴിഞ്ഞു. ഞാൻ പറഞ്ഞ പോലെ കുറച്ച് എളുപ്പമാണ് കയറാനായിട്ട്, അധികം ദൂരമില്ല. ഇനിയുള്ളത് നേരെ മുകളിലേക്കാണ്. അവിടെ നിന്ന് കാണാൻ പറ്റും ആ കാണുന്ന മല. അവിടെ നിന്ന് കയറാനാണ് 5ാമത്തെ മല. ഓൾമോസ്റ്റ് കയറാനും വലിയ കുഴപ്പമില്ലാത്ത മലയാണ്. അത് കഴിഞ്ഞിട്ടൊരു മലയുണ്ട്, അവിടെയൊക്കെ ശരിക്കും വിഭൂതി കിട്ടുമെന്ന് പറയാം. ശരിക്കും ശിവൻ്റെ വിഭൂതി ആയിട്ടുള്ള സ്ഥലം. പക്ഷേ മണ്ണ് അങ്ങനത്തെ ഒരു മണ്ണാണ്. നമുക്ക് ആ ചെല്ലുമ്പോൾ എന്തായാലും കാണാം. എന്തായാലും അടുത്ത മലയിലേക്ക് പോകും. എന്തായാലും ഇവിടുത്തെ ചുക്കാപ്പി അടിപൊളിയാട്ടാ. കാരണം വെച്ച് കഴിഞ്ഞാൽ വിശന്ന് വിലഞ്ഞ് വരുമ്പോൾ എന്ത് കിട്ടുമ്പോഴും അതിനൊരു സ്വാദ് എന്ന് പറയാറുണ്ടല്ലോ, അതങ്ങനത്തെ സ്വാദ് ഉണ്ടായിരുന്നു. നമ്മൾ വീട്ടിലിടുമ്പോൾ നമുക്കൊരു മിച്ചമില്ല, പക്ഷെ ഇവിടെ കിട്ടുമ്പോൾ ഭയങ്കര മിച്ചാണ്. എന്തായാലും ചുക്കാപ്പി പിടിക്കും. കാപ്പി ഞാൻ പറഞ്ഞില്ലേ വിഭൂതി എന്ന് പറഞ്ഞില്ലേ, അതെനിക്ക് 5ാമത്തെ മല തുടങ്ങാനേക്കാളും മുന്നേ ഇങ്ങനെയാണ്. ഇത് ശരിക്കും നമ്മുടെ അവിടെയൊക്കെ ഈ എങ്ങനെയാണെന്നറിയില്ല. ഈ കാണുന്നതൊക്കെ ഇവർ ഈ തുഴഞ്ഞു ഇങ്ങനെ ചുരണ്ടി വെച്ചിരിക്കുന്നത് ഇവിടെ നിന്ന് ഇങ്ങനെ ഈ ചെറിയ ഭസ്മം പോലെ വരുന്ന പറയാം. പക്ഷേ മണ്ണിൻ്റെ പ്രകൃതമാണ്. അവിടുന്ന് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് പയ്യെ ചുരണ്ടി എടുത്തിട്ട് വീട്ടിൽ കൊണ്ടുപോയിട്ട് വിഭൂതി പോലെ നെറ്റിയിലണിയുക എന്നൊക്കെ പറയാറുണ്ട്. കാരണം ഓരോ മലയ്ക്കും ഓരോ പ്രത്യേകത. ഞാൻ പറഞ്ഞില്ലേ, ഈ മലയിലെ ഈ മണ്ണിനെന്തോ പ്രത്യേകത കാണും, അല്ലാതെ അവർ വെറുതെ ഒന്നും ഇട്ടുകൊണ്ട് പോവില്ല. അതാണ് ഈ മലയുടെ പ്രത്യേകത. ഇതൊക്കെയാണ്, അതൊക്കെ ആളുകളിങ്ങനെ ഇതൊക്കെ ഉണ്ടോ, ഇതൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഞാൻ പറഞ്ഞില്ലേ 5ാമത്തെ മല മൊത്തം കോടയാണ്. ഏകദേശം നല്ല ഉച്ച സമയമാണ്, പക്ഷേ ഇവിടെ മൊത്തം കോടയാണ്. ഈ 5ാമത്തെ മല മൊത്തം ഇങ്ങനെയാണ്. ആളുകളൊക്കെ ഭക്ഷണം കഴിക്കാനും ഈ പറഞ്ഞ പോലെ റെസ്റ്റ് എടുക്കാനൊക്കെ എടുക്കുന്ന സമയം അല്ല ഈ ഒരു മലയല്ല. നോക്കൂ, ഈ ഫ്രണ്ടിൽ കുറേ ആളുകളുണ്ട് ഫ്രണ്ടിൽ, പക്ഷെ നമുക്ക് കാണാൻ പറ്റില്ല, ഇത്രയ്ക്ക് കോടയാണ്. ഞാൻ പറഞ്ഞ എല്ലാ മലകളും ഓരോ മലകളും ഓരോ അനുഭവങ്ങളാണ്. ഈ 5ാമത്തെ മലയിലൊന്നിപ്പോൾ നമ്മൾ ഈ കാണുന്ന ഇതൊരു തമിഴാണ്. ഒരാളോട് ചോദിച്ചു പറഞ്ഞ ഒട്ടൻ സിദ്ധൻ സമാധി എന്ന് പറയാം. സിദ്ധന്മാരുടെയൊക്കെ സമാധി സ്ഥലം അത്. അതിൻ്റെ കുറേ പ്രതീകങ്ങളിവിടെ കാണാം. എന്തായാലും 5ാമത്തെ മല ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. 5ാമത്തെ മല വേഗം തീരും. ഈ 6ാമത്തെ മലയ്ക്ക് പോകാം. അതിൽ ഒട്ടൻ സിദ്ധ സമാധി കണ്ടതിൽ വളരെ സന്തോഷം. ചിലപ്പോൾ ശരിയായിരിക്കും, കഴിഞ്ഞ തവണ ചിലപ്പോൾ കാണാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും. കഴിഞ്ഞ നല്ല തിരക്കായിരുന്നു, കാരണം ഭയങ്കര തിരക്കായിരുന്നു. ഈ 5ാമത്തെ മലയിലാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഭക്ഷണം കിട്ടാനായിട്ടുള്ള ടെൻറ്റുകൾ, അല്ലെങ്കിൽ ഈ കുഞ്ഞു കുഞ്ഞു ടെൻറ്റുകൾ കണ്ടോ. ഇങ്ങനെ ഇവിടെ കുറേ സ്ഥലങ്ങളുണ്ട്, നമ്മൾ അടിക്കടിക്ക് ഇങ്ങനെ കുറേ കാണാൻ പറ്റും. ഇവിടെ മെയിനായിട്ട് നമുക്ക് കിട്ടുന്നത് ഒന്ന് ചുക്കാപ്പി, പിന്നെ ഇവരുടെ കുഴമ്പ് എന്ന് പറഞ്ഞ സാധനമുണ്ട്, മോര് തൈരൊക്കെ ഇല്ലേ, അതിൻ്റെ ബജി കിട്ടും. പക്ഷെ എല്ലാം ഭയങ്കര കോസ്റ്റ്ലിയാണ്. പക്ഷേങ്കിൽ ഈ പറയുന്ന 5ാമത്തെ ഈ മലയിലാണ് കൂടുതൽ ഇങ്ങനെ ഭക്ഷണ സാധനങ്ങൾ കൂടുതൽ കിട്ടുക. അപ്പോൾ എല്ലാം പൈസയും കൂടുതലാണ്. നമ്മൾ അത്യാവശ്യം ഓറഞ്ചും ആപ്പിളും പിന്നെ പഴമൊക്കെ കരുതാണെങ്കിൽ നമുക്ക് വേറെ കുഴപ്പമില്ല. പിന്നെ കാലാവസ്ഥയും അതിനനുസരിച്ചിട്ട് അനുകൂലമാണെങ്കിൽ കുഴപ്പമില്ല. ഇപ്പോൾ നല്ല തണുപ്പല്ലേ, അത്രയും വലിയ പ്രശ്നമില്ല. എന്തായാലും ഇത്തവണ വന്നത് നല്ലൊരു അനുഭവമാണ്. ഇതാണ് ശരിക്കും 6ാമത്തെ മല. അത് ഫ്ലാറ്റ് സർവീസാണ്. 5ാമത്തെ മല 6ാമത്തെ മല നമ്മൾ യാതൊരു വ്യത്യാസമില്ല. നല്ല കോട, വ്യത്യസ്തമായിട്ടുള്ള ഗംഭീര മല. എന്തായാലും ഇപ്പോൾ ക്ഷീണമൊന്നുമില്ല, കാരണം നല്ല കോടയല്ലേ. പക്ഷെ ആദ്യത്തെ 2ാമത്തെ മല കയറിയപ്പോഴാണ് നമുക്ക് ഭയങ്കര ക്ഷീണം വന്നത്. ഇനിയിപ്പോൾ 6ാമത്തെ മല കഴിഞ്ഞ് 7ാമത്തെ മലയിലേക്ക് കുറച്ച് കഴിയുമ്പോൾ കയറണം. 6ാമത്തെ മലയിൽ കൂടുതൽ ഇറക്കമാണ്, നമുക്ക് ഇറക്കങ്ങളാണ് കൂടുതലും. നേരത്തെ വന്നപ്പോൾ കുറേ ഇറക്കം ഉണ്ടായിരുന്നു. ഈ കോട തന്നെയാണ്, ഈ പറഞ്ഞ ഫ്രണ്ടിലുള്ള ആളുകളൊന്നും കാണാൻ പറ്റില്ല. എന്നാലും കൊള്ളാം, നല്ല ഗംഭീരമാണ്.
ഇങ്ങനെയൊക്കെയുള്ള യാത്രകൾ നമ്മൾ വല്ലപ്പോഴൊക്കെ ചെയ്യണം. ശരിക്കും മിസ്സിങ്. നമ്മൾ ഇങ്ങനെയുള്ള കുറേ മലകൾ തമിഴ്നാട്ടിലുണ്ട്. ചതുർഗിരി മല, വെള്ളിയാങ്കിരി മല, തിരിങ്കോയി മല, പിന്നെ പർവ്വതമല, അങ്ങനെ കുറേ മലകളുണ്ട്. ഇവിടെയൊക്കെ സിദ്ധ പരമ്പരകളുടെ സാന്നിധ്യം ഉണ്ടെന്ന് പറയാം. ഇവരൊക്കെ വന്നിരുന്ന് നമ്മൾക്ക് മെഡിറ്റേറ്റ് ചെയ്യുക ഒക്കെ ചെയ്യുമ്പോൾ ആ എനർജി ഫീൽഡായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോഴാണ് നമുക്ക് കൂടുതൽ പുരോഗതി ഉണ്ടാവുക. കാരണം അവരൊക്കെ നമ്മളെ ബ്ലെസ് ചെയ്യാൻ ഇങ്ങനെ അനുഗ്രഹിച്ച് നിൽക്കുന്ന ഒരു സമയമാണ്. നമ്മൾ ചെന്ന് അവരായിട്ട് കണക്ട് ചെയ്യാത്തതിൻ്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ. ഈച്ച് ടൈം നമ്മൾ എവറി ടൈം നമ്മൾ കണക്ട് ചെയ്ത് നിൽക്കുക, നമുക്ക് അതിൻ്റെതായിട്ടുള്ള അനുഭവങ്ങളുണ്ടാവും. ഇതാണ് 6ാമത്തെ മലയുടെ ഏറ്റവും അവസാനം. ഈ ആളുകളൊക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ ഇവിടെ ഒരു സ്നാനക്കുളമുണ്ട്. ഈ സ്നാനക്കുളത്ത് കുളിച്ചിട്ടാണ് ശരിക്കും മഹാദേവനെ കാണാൻ പോകണമെന്ന് പറയും. ആ കാണുന്നതൊക്കെ ആ ഏരിയ ആണ്. അല്ല ആളുകൾ അവിടെ കുളമുണ്ട്. അപ്പോൾ അവിടെ തൊഴുതിട്ട് ഇവിടെ കുളിച്ചിട്ട് വേണം വേറെ തൊഴുകയും വേണം. നമുക്ക് അവിടേക്ക് പോകാം. ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം. ഇവിടെ ശരിക്കും ഒരു കുണ്ടുണ്ട്. കുണ്ടെന്ന് പറഞ്ഞാൽ ശരിക്കും കുളം തന്നെയാണ്. നിറച്ച ആളുകളൊക്കെ ഉണ്ട്. ഈ വെള്ളം ഇതൊക്കെ എവിടെ നിന്ന് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു ഉറവിടം ഉണ്ട്. പറ്റി നമുക്ക് അങ്ങോട്ട് പോവാം. പക്ഷെ ഇവിടെ ഇപ്പോൾ ആകെ വൃത്തികേടാണ്. ഒരു തരത്തിൽ നമുക്കിവിടെ കുളിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. കുളിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ മൊത്തം ഇതാണ്. ഇവിടെ ആളുകൾ കുളിക്കുന്നുണ്ട്, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഇവിടുന്ന് കുളി കഴിയണം ആദ്യം. ഇവിടുന്ന് കുളി കഴിഞ്ഞിട്ട് നേരെ ഈ സ്ഥലമുണ്ട്. ഇവിടെയാണ് ശരിക്കും ഇവിടെ ഒരു പ്രതിഷ്ഠയുണ്ട്. ഇവിടെ ആളുകളുടെ ഐതിഹ്യം എന്ന് വെച്ചാൽ ഇവിടെ കുളി കഴിഞ്ഞിട്ട് ഇവിടെ ഭസ്മം തൊട്ടിട്ട് വീണ്ടും മഹാദേവനെ കാണാൻ പോകണമെന്നാണ്. കാരണം ഇത്രയും നേരം നടന്ന് ക്ഷീണിച്ചുണ്ടാവും. ഈ ക്ഷീണം മാറുന്ന ഈ കുളിയിലാണ്. ഈ കുളിക്കുകയാണെങ്കിൽ ശരിക്കും ക്ഷീണം മാറുന്ന പറയണേ. ക്ഷീണം മാറി വീണ്ടും ഭസ്മധാരണം ചെയ്ത് വീണ്ടും ശിവനെ കാണണം. ശിവനെ കാണുമാറും ശിവശംഭവം. നമുക്കും അങ്ങനെ ചെയ്യാം. നമ്മൾ ആ കുളത്തിൽ കുളിച്ചില്ല, പക്ഷെ ആ കുളത്തിലേക്ക് വെള്ളം വരുന്നതിൻ്റെ ഒറിജിൻ ഉണ്ട്. അതെവിടെയാണെന്നുള്ള തേടി പോകാനുള്ള ഒരു വഴിയിലാണ്. ഞാൻ ആദ്യമൊക്കെ പോയിട്ടുണ്ട്, ഇപ്പോൾ അത്ര കണ്ട് ഓർമ്മയില്ല എവിടെയാണെന്നുള്ളത്. എന്നാലും വഴിതേറി പോവാൻ തന്നെ കൂടെ എല്ലാവരും ഉണ്ട്. വല്ല കാടും അല്ല മൃഗങ്ങളുണ്ടോയെന്ന് അറിയില്ല. എന്തായാലും പോയി നോക്കന്നെ. വഴികളൊക്കെ ഉണ്ട്. ആ വഴി പോകാൻ പറ്റിയാലും പോകാൻ പറ്റുന്നതാണ്. നോക്കാം. ഇതാണ് വഴി. ഭയങ്കര ഇടുങ്ങിയ വഴിയാണ്. അധികം ആളുകൾ ഇതിൽ പോകാറില്ല. പക്ഷെ വൺസ് നമ്മൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഗംഭീര അനുഭവമായിരിക്കും. കാരണം കാട്ടിലൂടെയുള്ള വഴികളാണ്. എന്നാലോചിച്ച് നോക്കൂ. മൊത്തം കാട്. പക്ഷെ ഇതിലൊക്കെ ആളുകൾ വന്ന് കുളിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് കേട്ടോ. അതിലൊന്നും ഒരു കുറവില്ല. എല്ലാം വാസയോഗ്യവും. കാരണം ഇവിടെ കുറേ ചപ്പ് ചവറുകളൊക്കെ കാണാം. ഇതൊക്കെ ആളുകൾ യൂസ് ചെയ്യുന്നതാണ്. എന്തായാലും ഇതിൻ്റെ അവസാനം എന്തായാലും ഉണ്ട്, ഉറപ്പാണ്. നമുക്ക് കാണാം. എന്തായാലും കാട്ടിലെത്തിയിട്ടുണ്ട്. ഇത് വെള്ളിയാങ്കരിയിലെ ഹിൽസിൽ ആരും അങ്ങനെ പോയിട്ടുണ്ടാവില്ല. ചിലപ്പോൾ ഉണ്ടാവും കേട്ടോ, ചില വീഡിയോകളുണ്ടാവും. എന്നാലും നമ്മൾ പോവാണ്. കാരണം അവിടുത്തെ വെള്ളം ഭയങ്കര മോശമോ. അപ്പോൾ ഇതിൻ്റെ ഉറവിടം എവിടെയാണെന്ന് നമുക്കിങ്ങനെ ചാല് വെച്ച് നോക്കി നമ്മൾ പോയിട്ടിരിക്കാം. അപ്പം എന്തായാലും നമുക്ക് കാണാം. നിലവിലത് ഫ്രഷ് പിണ്ടൊക്കെ ഉണ്ട് കേട്ടോ. ഇതുണ്ടോ? ഫ്രഷ് അല്ല, ഇത് എന്തിൻ്റെന്നറിയില്ല. എന്നാലും കാണാം. പക്ഷെ വന്ന് നമ്മൾ അവസാനം ഏതോ ഒരു അരുവി എടുത്തിട്ടുണ്ട്. നല്ല സൂപ്പർ അരുവി. പക്ഷെ ആ ഒരു ബഹളത്തിൽ നിന്ന് നമുക്ക് മാറിയുന്നതിൻ്റെ അത്യാവശ്യം കൈയും കാലും മുഖം കഴുകി, പക്ഷെ കുളിക്കാൻ വേണമെങ്കിൽ കുളിക്കാം. എന്നാലും കൈയും കാലും മുഖം കഴുകി കയറാം.
ഭയങ്കര തണുപ്പട്ടാ. അവസാനം നമ്മൾ ആ വഴിക്ക് എത്തിയേ. വേറെ ഒന്നുമില്ല, 7ാമത്തെ മലയുടെ ആ മുകളിൽ നിന്ന് ജസ്റ്റ് കയറാൻ പറ്റി. നേരത്തെ കണ്ട അരുവിയോ കാണാൻ പറ്റില്ല, പക്ഷെ അത്യാവശ്യം വെള്ളം ഉള്ള സ്ഥലത്ത് കാണാൻ പറ്റി. എന്തായാലും 7ാമത്തെ മലയിലേക്കാണ് യാത്ര തിരിക്കുക. പക്ഷെ എന്നാലും കാട്ടിക്കുള്ള യാത്ര ഗംഭീരം അല്ലേ? മാറിയപ്പോഴേ ആ കാട്ടിക്കൂടെ നടക്കുമ്പോൾ വേറൊരു മൂഡ്, പീസ്ഫുൾ, അടിപൊളിയാണല്ലേ? അടിപൊളിയല്ലേ? എന്തായാലും ഇങ്ങനെയൊക്കെയുള്ള യാത്രകളാണ് ജീവിതത്തിൽ ഓരോരോ സുഖങ്ങൾ വരുള്ളൂ. ഇതൊക്കെ ഇപ്പം കിട്ടില്ല പിന്നെ അപ്പം കിട്ടുക അല്ലേ? ഇത് കണ്ടത് ശരിക്കും ശിവഭക്തന്മാരുടെ ഒക്കെ ഒരു ഏറ്റവും കൂടിയ ആളെന്ന് പറയില്ലേ, ആ ഒരു അവസ്ഥ ഉള്ള ആളുകളാണ്. പക്ഷെ ഇവർ നമ്മളെ കണ്ടപ്പോൾ ഇവരെന്തോ ഒരു സംഭവം ഉണ്ട്, നമുക്ക് എന്തായാലും കാണിച്ചു തന്നൊരു പറയാം. കണ്ടില്ലേ, കൊള്ളാല്ലേ? ഓ, ഇത്രയൊക്കെ ഊതാനുള്ള ശക്തി സമ്മതിക്കണം കേട്ടോ. എന്നാൽ എത്ര ആളുകൾ നമ്മൾ കാണാം, എത്ര വ്യത്യസ്തമായിട്ടുള്ള ആളുകൾ, പല വേഷത്തിലും പല ഭാവത്തിലും എല്ലാമൊക്കെ ഇവിടെ കാണാം. നമ്മുടെ നാട്ടിലൊന്നും പോയാൽ നമുക്ക് കാണാൻ പറ്റില്ലല്ലോ. വരിക, വല്ലപ്പോഴൊക്കെ വരിക. ശിവരാത്രി സമയത്ത് അവിടെ ഓപ്പൺ ആവുക, പക്ഷെ 3 മാസം ഓപ്പണാണ്. എന്തായാലും വരിക, എപ്പോഴും ആ ഒരു ഫീല് കിട്ടുക. ഇത്രയും നല്ല പരിഭാവനമായിട്ടുള്ള സ്ഥലത്ത് കണ്ട ഈ മാതിരി വൃത്തികേടാണ്. നമ്മൾ വന്ന വഴിയൊക്കെ ആകെ പ്രശ്നമാക്കി മൊത്തം ഇതാണ്. കാരണം ഇത് ഇനിയിപ്പോൾ അങ്ങോട്ട് കയറുന്നത് ഇവിടുന്ന് ഈ മല കയറുന്നത് നേരെ ആ ഒരു ശിവൻ തപസ് ചെയ്ത സ്ഥലത്താണ്, ശിവപെരുമാൾ ചെയ്യുന്ന സ്ഥലത്താണ്. ഇതിൻ്റെ അടുത്ത് പോലും ആകെ വൃത്തിഹീനാണ്, ഒരു തരത്തിലും. ഇതൊക്കെ നോക്കൂ, ഒക്കെ വൃത്തികേടാണ്. ഇത് വല്ലാത്തൊരവസ്ഥയാണ്. ഇത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഒരിക്കലും ഇങ്ങനെ കിടക്കാൻ പാടില്ല. ഏറ്റവും അവസാനത്തെ മല ഏറ്റവും അറ്റത്താണ്. ആ ഒരു കാണാൻ പറ്റില്ല, കോടയാണ്. ഏറ്റവും ഒരു തുമ്പത്ത് വലിക്കുന്ന അവസ്ഥയിലാണ് ഭഗവാന്റെ പ്രതിഷ്ഠ ഉള്ളത്. സ്വയംഭൂ ശിവലിംഗമാണ്. ഭഗവാൻ തപസ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. എന്തായാലും ഏറ്റവും അവസാനം നമുക്ക് എത്താൻ പറ്റില്ല. എന്തായാലും ഞാൻ കണ്ടിട്ട് തന്നെ പോകുള്ളൂ അല്ലേ? അവിടെ പോയിരുന്ന് മെഡിറ്റേറ്റ് ചെയ്യണം. ആ അവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. വെറുതെ കണ്ടു പോരലല്ല, അത് നല്ലതാണ്. എന്നിരുന്നാലും അവിടെ ഇരുന്ന് മെഡിറ്റേറ്റ് ചെയ്യുക, സമയം കണ്ടെത്തുക, അവിടെ കുറച്ച് നേരം ഇരിക്കണം. അത് നോക്കാം. അങ്ങനെ അവസാനം 7ാമത്തെ മലയെത്തി. ആശം ഈ കാണാണ്. ഇവിടുന്ന് കയറാം. ഇവിടുന്ന് കയറേണ്ട താമസം മാത്രമേ ഉള്ളൂ. നമുക്ക് ആരെ കാണാം? ശിവനെ കാണാം. കണ്ടുനോക്കാം. അങ്ങനെ കുറേ ആളുകൾ ഇരിക്കുന്നുണ്ട്. എന്തായാലും എവിടെ പോണ്? അവിടെ ഒരു പ്രതിഷ്ഠയുണ്ട്, അറിയില്ല. എന്നാലും എല്ലാം ശിവൻ തന്നെ, എല്ലാം ശിവമയം. ഈ കാണുന്ന സ്ഥലത്തെല്ലാം വളരെ തിരക്ക് കുറവാണ് പൊതുവെ. ഈ പറഞ്ഞ ആ സ്ഥലത്താണ് ശരിക്കും ശിവൻ്റെ. അത് നമ്മൾ ശരിയാ വീഡിയോ ഇപ്പോൾ അലൗഡഡ് അല്ല, പണ്ടൊക്കെ എടുക്കാറുണ്ട്, ഇപ്പോൾ ഒന്നും അലൗഡ് അല്ല. പക്ഷെ എന്നാലും ആ കണ്ട സ്ഥലത്ത് നിന്ന് ശിവസന്നിധി എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ശരിക്കും ശിവൻ തപസ് ചെയ്ത സ്ഥലം തന്നെ. ഈ കാണുന്ന എല്ലാം ആ ഒരു ഏരിയ ആണ്. നമുക്ക് കാണാം.
ഇവിടെ ആളുകൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നേരെ കഴിഞ്ഞ് ഭക്ഷണം കഴിക്കുന്ന പരിപാടിയാണ്. കാരണം ഇത്രയും നേരം ഭക്ഷണം കഴിക്കാതെ പെരുമാളിനെ കണ്ട് എല്ലാം റെസ്റ്റ് ചെയ്ത് ചിലവരിവിടെ രാത്രി തങ്ങും. നോട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? ആത്മശാന്തിയോ? അപ്പുണ്ടായിരുന്നു. വളരെ നന്നായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ടായി. പക്ഷെ ഇപ്പൊ നല്ല എഫിഷ്യൻ്റ് ആയിട്ട് വരാൻ പറ്റി, എൻജോയ് ചെയ്യാൻ പറ്റി. ഒരു സ്പിരിച്വൽ ഹിറ്റ് ആ ഒരു ഫീലിംഗ് വന്നിട്ടുണ്ട്. പിന്നെ ഭയങ്കര കാമ എന്തോ. അതെ, ഇത്രയും കഷ്ടപ്പെട്ട് കയറിയാലും മുകളിൽ എത്തുമ്പോൾ ഒരു ആശ്വാസം. എന്തൊക്കെ കഷ്ടപ്പാടുകളോ വിഷ്ണു എങ്ങനെയായിരുന്നു? വെറൈറ്റി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. വെറൈറ്റി ട്രക്കിംഗ് പലത് ചെയ്തിട്ടുണ്ടെങ്കിലും അതൊരു അത്ഭുതമായിട്ട് തോന്നി. നമുക്ക് ഇവിടെ വെള്ളിയങ്കരിയുടെ മുകളിൽ നിന്ന് ഈശ ഫൗണ്ടേഷൻ കാണാൻ പറ്റും. അപ്പൊ ഈ ഈശ ഫൗണ്ടേഷൻ ഈ വെള്ളിയങ്കിരി ഹിൽസും തമ്മിലുള്ള കണക്ഷൻ ഉണ്ടോ? തീർച്ചയായിട്ടും. സദ്ഗുരുവിന്റെ ഒക്കെ ആദ്യ സമയങ്ങളിൽ സദ്ഗുരു ഇവിടെ എപ്പോഴും പറയാറുണ്ട്. ചില ഫോട്ടോസൊക്കെ നമുക്ക് കാണാം. ശരിക്കും അദ്ദേഹം അവിടെ ആ ധ്യാനലിംഗം പ്രതിഷ്ഠിച്ചത് ശരിക്കും ഡയറക്റ്റ് ഈ വെള്ളിയാങ്കരിയിൽ നിന്ന് കറക്റ്റ് അവിടെ നിന്ന് എനർജിയുടെ ശരിക്കും ട്രാൻസ്ഫോർമേറ്റർ ഫ്ലോ ഉണ്ട്. ശരിക്കും അതിന്റെ അടിസ്ഥാനം ശരിക്കും കോൺസെൻട്രേറ്റ് ചെയ്താണ്. ശരിക്കും ഇവിടുത്തെ എനർജി തന്നെ ശരിക്കും അവിടെ സ്പ്രെഡ് ചെയ്താണ്. പക്ഷെ ഇപ്പോൾ ഇഷ ഫൗണ്ടേഷനിലേക്കൊക്കെ പോകുമ്പോൾ പണ്ടൊക്കെ അരമണിക്കൂറൊക്കെ ഇരുന്ന ധ്യാനലിംഗത്തിൽ മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റാറുണ്ട്. ഇപ്പോൾ അത് 10 മിനിറ്റൊക്കെ ആയി. ആളുകളുടെ എണ്ണം കൂടേണ്ടായിരിക്കും. ഇപ്പോൾ ഒരു പരിധിയുടെ ബിസിനസ്സൊക്കെയാണ്. എന്നാലും വരുന്നവരൊക്കെ വെള്ളിയാങ്കരി കയറാൻ പറ്റിയില്ലെങ്കിലും ഈ ഹിൽസിൻ്റെ താഴെ ക്ഷേത്രം ഉണ്ടായില്ലേ, താഴെ അവിടെ വന്നിട്ട് ചുമ്മാ ഇരുന്ന് കൊടുത്താൽ മതി. അത് നല്ല അനുഭൂതിയാണ്. എല്ലാവരും ഇഷ ഫൗണ്ടേഷനിൽ മാത്രം വരരുത്, ഇവിടെ കൂടി വരണം. അടിപൊളിയായിരിക്കും. അപ്പോൾ ഞാൻ തൊഴുത് കഴിഞ്ഞ് നമ്മൾ നേരെ ഇപ്പം ഇങ്ങനെ വിശ്രമിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങുള്ളൂ. അതുവരെ ഇവിടെ ഇരിക്കാം. ജസ്റ്റ് പുറയിലിരിക്കുകയാണ് നമ്മളെല്ലാവരും. എല്ലാവരും ഉണ്ട്. ഇവിടെ ഇരിക്കുക, കുറച്ച് വിശ്രമിച്ച് ശേഷം പുറത്തേക്ക് ഇറങ്ങും. ഏകദേശം രാത്രിക്ക് ആവും മിക്കവാറും താഴെ എത്തുമ്പോഴേക്കും. ഇത്രയും നേരം നമ്മൾ ചെയ്ത് ശരിക്കും നടന്ന് മുകളിലെത്തുമ്പോൾ ശരിക്കും നല്ല കഷ്ടപ്പാടും ദുരിതവും ചിലപ്പോൾ ഒക്കെ വരാം. ഇതൊക്കെ ഒരു പരിധി വരെ നമ്മുടെ കർമ്മദോഷങ്ങളും നമ്മുടെ കർമ്മഫലങ്ങളൊക്കെ തീരുന്നതാണ്. ചിലപ്പോൾ ഒരു തവണ വരുമ്പോഴല്ല, എക്കാലും കൂടുതൽ ചിലപ്പോൾ കുറച്ച് എളുപ്പം ഉണ്ടാവും, അല്ലെങ്കിൽ പാടായിരിക്കും. അത് നമ്മുടെയൊക്കെ ഓരോരോ പ്രവൃത്തിയുടെ ഒക്കെ ഫലം കൊണ്ടാണ് നമുക്കത് വരിക. അതൊക്കെ തീരുന്ന സമയമാണ് നമ്മൾ ഇത്രയും നേരം നടന്നു വന്ന് അവിടെ ഈ ശിവനെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭൂതി ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കേണ്ടതല്ല, അനുഭവിച്ചറിയേണ്ടതാണ്. വളരെ ഇതാണ്, അതായത് ഭംഗിയായിരുന്നു. ഇവിടെ എത്താൻ പറ്റിയതിൻ്റെ വലിയ ഭാഗ്യം. ഇനിയിപ്പോൾ വീണ്ടും താഴേക്ക് ഇറങ്ങണം. ഏകദേശം വൈകിട്ടാൻ എത്തുമായിരിക്കും. എല്ലാവരും വന്ന് പോകേണ്ട സ്ഥലമാണ്. തീർച്ചയായിട്ടും വരിക. ഇവിടുന്ന് കോയമ്പത്തൂർ ഇഷ ഫൗണ്ടേഷനിലേക്ക് എത്താം. അവിടെ നിന്ന് നേരെ 2 കിലോമീറ്റർ നമുക്ക് വണ്ടിക്കാണെങ്കിൽ അല്ലെങ്കിൽ ബസ് ഉണ്ട്. അവിടെ നിന്ന് കോയമ്പത്തൂരിന് ഡയറക്റ്റ് ബസ് ഉണ്ട് ഈ പൂണ്ടി ഹിൽസിലേക്ക്. പൂണ്ടി പെരുമാൾ ടെമ്പിൾ അവിടേക്ക് ഡയറക്റ്റ് ബസ് ഉണ്ട്. അവിടെ നിന്ന് എപ്പോൾ വേണമെങ്കിലും കയറാം. പിന്നെ സമയമൊന്നുമില്ല. ശിവരാത്രി മുതൽ 3 മാസത്തേക്ക് ഇത് ഓപ്പണാണ്. ഓപ്പണായ സമയത്ത് തുടങ്ങി എല്ലാവരും കയറാം. 3 മാസമാണ്. ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ പണ്ടൊക്കെ കയറാമായിരുന്നു. ഇപ്പോൾ പക്ഷേ കയറാൻ പറ്റില്ല. കാരണം ആരൊക്കെയോ വന്ന് മിസ്സായി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതാണ് ഇപ്പോൾ ഭയങ്കര സ്ട്രിക്റ്റാണ് അവരൊക്കെ. അപ്പോൾ എല്ലാവരും വരിക, ജീവിതത്തിൽ ഇങ്ങനെയുള്ള യാത്രകളൊക്കെ ചെയ്യുക. അപ്പോൾ യോഗിയൻ യാത്ര നിർത്തുന്നു. ഞാൻ അടുത്തൊരു വ്ളോഗിൽ നമുക്ക് കാണാം. നന്ദി, നമസ്തേ.